വയനാട് ജില്ലയിൽ വയലിന് പോയി. എന്റെ പ്രിയമുള്ളവരെ, വയലിന് പോയി. അവസാനം പിരിയുന്ന സമയത്ത് 13 മക്കൾ എന്റെ മുന്നിലിരിപ്പുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന 13 മക്കൾ എന്റെ മുന്നിലിരിപ്പുണ്ട്. അവസാനം ഞാൻ അവര് താമസിച്ച റൂമിൽ പോയി. പടച്ചവനെ, കിടക്കുന്നത് തറയിലാണ്. ഒരു കട്ടില് പോലുമില്ല. എല്ലാവരും 14 വയസ്സിന്റെ താഴെയാണ് പ്രായം. അവസാനം വയത് കടിഞ്ഞ് പിരിയുമ്പോ ഞാൻ സദസ്സിലോട് ചോദിച്ചു, ആരെങ്കിലും ഈ മക്കൾക്കൊരു കട്ടില് വാങ്ങിക്കൊടുക്കുവോ? ഞാൻ ചോദിച്ചു, ആരെങ്കിലും ഒരു കട്ടില് വാങ്ങാനുള്ള പൈസ തരുവോ? പടച്ചവനെ, സ്റ്റേജിലും പുറത്തിലും കോടീശ്വരന്മാരിരിപ്പുണ്ട്. എല്ലാവരും മിണ്ടാതെ ഇരുന്നപ്പോ ഒരു 11 വയസ്സുള്ള ബിലാൽ എന്ന് പറയുന്ന ഒരു പൊന്നുമോന് സ്റ്റേജിലേക്ക് ഓടിക്കേറി വന്നു. 11 വയസ്സുണ്ട്. കീറിപ്പറഞ്ഞ ഉടുപ്പ് വിട്ടുകൊണ്ട് സംഘാടകരവരുടെ കയ്യിൽ പിടിച്ചവൻ ഓടി സ്റ്റേജിൽ കയറി വന്നു. എന്റെ അടുക്കൽ ഓടി വന്നിട്ട് എന്റെ കയ്യിൽ 314 രൂപ വെച്ച് തന്നു. 314 രൂപ. റബ്ബേ, 420ന്റെ നോട്ട്, പിന്നെ കുറച്ച് 10ന്റെ നോട്ട്, ബാക്കിയൊക്കെ ചില്ലറയാണ്. അവൻ കീറിപ്പറിഞ്ഞ ഒരു ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത്. അല്ലാഹുവേ, അവൻ എന്റെ അടുക്കൽ ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇതിവർക്ക് കട്ടില് വാങ്ങാനുള്ളതാ. ഈ സദസ്സിലിരിക്കുന്ന ഈ മക്കൾക്ക് കട്ടില് വാങ്ങാനുള്ളതാണ്. അവന് 11 വയസ്സാ. ഞാൻ ചോദിച്ചു, പേരെന്ത് ഉസ്താദേ? എന്റെ പേര് ബിലാലാണ്. ഈ പൈസ കണ്ടിട്ട് എനിക്ക് സംശയം തോന്നി, ചില്ലറ പൈസയാണല്ലോ. ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് ബിലാല്? എവിടെ നിന്നാണ് ബിലാല്? ഉസ്താദേ, ഈ സദസ്സിൽ കപ്പലണ്ടി വിറ്റിട്ട് എനിക്ക് കിട്ടിയ സമ്പാദ്യവാ. അന്നാ വയലിന്റെ സദസ്സ് അവന് കപ്പലണ്ടി വിറ്റിട്ട് അവന് കിട്ടിയതാണ്. ഉസ്താദ് കട്ടിലിന് വേണ്ടി ചോദിച്ചപ്പോൾ ഓടി എന്റെ കയ്യിൽ കൊണ്ടുവന്നു. എനിക്ക് അഭിമാനം തോന്നി. ഞാൻ ചോദിച്ചു, നിന്റെ വാപ്പ വാഴതിന് വന്നിട്ടുണ്ടോ? നിന്റെ വാപ്പ വാഴതിന് വന്നിട്ടുണ്ടോ? പെട്ടെന്ന് അവന്റെ മുഖം വാടി. അവൻ പറഞ്ഞു, എന്റെ ഉപ്പാണ് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചു, നിന്റെ ഉമ്മയെങ്കിലും വാഴതിന് വന്നിട്ടുണ്ടോ? പെട്ടെന്ന് അവന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദ്, അടുത്ത വീട്ടിലെ മേശരിപ്പണിക്ക് വന്നവന്റെ കൂടെ എന്റെ ഉമ്മയും ഒളിച്ചോടിപ്പോയി. അടുത്ത വീട്ടിൽ ആശാരിപ്പണിക്ക് വന്നവന്റെ കൂടെ, വീട് പണിയാ വന്നവന്റെ കൂടെ അവന്റെ ഉമ്മയും ഒളിച്ചോടിപ്പോയി. പെട്ടെന്ന് എന്റെ കൈകാല് വിറച്ച് ഞാൻ പെട്ടെന്ന് കസേരയിലിരുന്നു. അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, നിന്നെ ആരാ നോക്കുന്നത്? ഉസ്താദേ, എന്റെ ഉമ്മയുടെ ഉമ്മയുണ്ട്. അടുത്ത വീട്ടിൽ പോയി അടുക്കള പണി നടത്തിയിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാ ഞങ്ങൾ കഴിയുന്നത്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ കപ്പലണ്ടി വിൽക്കാൻ വന്നത്? ഉസ്താദേ, എന്റെ ഉമ്മയുടെ ഉമ്മ ഒരു സൈഡ് മുഴുവനും തളർന്ന് കിടപ്പിലായി. ആ കാണുന്ന കട കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ നിന്ന് ഞാൻ ഇത് വാങ്ങി വിൽക്കും. പോകുമ്പോ എനിക്ക് എന്തെങ്കിലും തരും ഉസ്താദ്. പടച്ചവനെ, ആ 11 വയസ്സുകാരൻ എന്റെ കയ്യിൽ ഈ പൈസ തരുമ്പോ വാങ്ങാൻ എന്റെ കൈ വിറച്ചു. ഞാൻ ചോദിച്ചു, നിനക്കെന്തേ ദുആ ചെയ്യേണ്ടത്? ബിലാലേ, നിനക്കെന്തേടാ ദുആ ചെയ്യേണ്ടത്? ആ 11 വയസ്സുകാരൻ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ് പിരിയുകയാണ്. ആ 11 വയസ്സുകാരനോട് ചോദിച്ചു, എന്തേ നിനക്ക് ദുആ ചെയ്യേണ്ടത്? എന്നോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ വഅദ് പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ ആരെങ്കിലും കാണാതെ പഠിച്ച അവന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഭാഗ്യമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ ആരെങ്കിലും കാണാതെ പഠിച്ചാൽ അവന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഭാഗ്യമുണ്ടെന്ന് ഉസ്താദ് പ്രസംഗിച്ചല്ലോ. എനിക്ക് ഹാഫിളാകണം ഉസ്താദ്, എനിക്ക് ഹാഫിളാകണം ഉസ്താദ്. എനിക്ക് സ്വർഗത്തിൽ പോകാനല്ല. 11 വയസ്സുകാരൻ അന്ന് അവന്റെ മുന്നിൽ ഞാൻ അല്ലാഹുവേ ചെറുതായി പോയി. എനിക്ക് സ്വർഗത്തിൽ പോകാനല്ല, എന്റെ ഉപ്പ മറന്നപ്പോഴും എന്റെ ഉമ്മ മറന്നിട്ട് പോയപ്പോഴും എന്നെ നോക്കി എന്റെ ഉമ്മച്ചിയുണ്ടല്ലോ, ആ പാവത്തിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, ആ പൊന്നുമോൻ ഹാഫിളായി. എന്നെ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ അവനോട് തിരിച്ചു പറഞ്ഞു,
ബിലാലെ എന്റെ മോൻ ഹാഫിളാകാൻ നീ ദുആ ചെയ്യണേ. എന്റെ പ്രിയമുള്ളവരെ, ആ 11 വയസ്സുകാരന് തോന്നിയ ഈമാൻ അല്ലാഹുവേ ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾക്ക് തോന്നട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. എനിക്ക് പിരിക്കാനറിയില്ല, പിരിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഖുർആൻ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണല്ലോ. അതുകൊണ്ട് അർഹമുറഹീമായ അല്ലാഹ്, ഈ ഇരിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരിൽ സ്വർഗത്തിന്റെ അവകാശികളെ നീ തെരഞ്ഞെടുക്കണേ അല്ലാഹ്. പെങ്ങളെ, നീ പ്രസവ വേദന അറിഞ്ഞവളാ, മരണവേദന ഇതിനേക്കാളും എത്രയോ ഇരട്ടിയാ പെങ്ങളെ. ആ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കണോ പെങ്ങളെ? സ്വർണമല്ല മോളെ, വലുത് സ്വർഗമാണ്. നിന്റെ കയ്യിൽ കിടക്കുന്ന സ്വർണത്തിന് വേണ്ടി നിന്റെ മക്കള് നിന്റെ മയ്യത്തിന്റെ മുന്നിൽ കിടന്ന് അടിക്കുന്ന അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട്